$300 ഗൈസ്, നല്ല വില കുറവുണ്ട് കേട്ടോ. ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവരും ഓണമാണ്, ഓണത്തിലുള്ള പരിപാടിയൊക്കെ എവിടം വരെ ഒക്കെ എത്തി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ വലിയ ആഘോഷമായിട്ടൊന്നും ഓണം കഴിക്കുന്നൊന്നുമില്ല. എന്നാലും ചെറിയൊരു സാമ്പാറും കറിയും ഉപ്പേരിയൊക്കെ തട്ടിക്കൂട്ടണം. എന്തായാലും നല്ലൊരു ദിവസമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അല്ലാണ്ട് നമ്മൾ വലിയ എന്താ പറയുന്നത്, എല്ലാവരും വിളിച്ചുകൊണ്ടുള്ളൊരു ഓണമൊന്നും ആഘോഷിക്കുന്നില്ല കേട്ടോ. അപ്പം കുഞ്ഞു രീതിയിലുള്ളൊരു ഓണം ഇല്ല അപ്പച്ചേട്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. മക്കളും ഉണ്ട് കൂടെ. അപ്പോൾ ടൗണിലേക്ക് വന്നതാണ് കേട്ടോ. നമുക്ക് അല്ലറച്ചിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഓണത്തിൻ്റെ വ്ളോഗ് ഇടുന്നില്ല ചേച്ചി, ഡ്രസ്സ് എടുത്തില്ലേ, ഡ്രസ്സിങ്ങിൻ്റെ ഷോപ്പിംഗ് വീഡിയോ കണ്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വ്ളോഗ് ഒന്നും ഇല്ലല്ലോ, ഷോപ്പിംഗ് വ്ളോഗ് കാണുന്നില്ലല്ലോ, ഡ്രസ്സൊന്നും എടുത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഇല്ല ചേട്ടേ, നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക്, നമുക്കൊരു ഷോപ്പുള്ള കാര്യം കുറച്ച് കൂട്ടുകാർക്ക് അറിയായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി പുതിയ ഡ്രസ്സുകൾ നമ്മളെ വീട്ടിൽ തന്നെ സ്റ്റോക്ക് അവരിട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ഡ്രസ്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ അപ്പുണ്ണീൻ്റെ സ്കൂളിലേക്ക് ഒരു ട്രഡീഷണൽ ടച്ചിലൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും നമ്മളെടുത്ത് ഉണ്ട്. പക്ഷെ അവൻ വാശി പിടിച്ച് അവനൊരു ഇന്ന കളർ വേണം, ആ കളർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചോണ്ട് നമ്മൾ ഒരു ജോഡി ഡ്രസ്സ് എടുത്തുന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ നമ്മൾ ഡ്രസ്സ് ആർക്കും എടുത്തിട്ടില്ല അല്ല അപ്പച്ചടേ. പിന്നെ എനിക്കാണെങ്കിലും പുതിയതുണ്ട്. ഇപ്പോൾ ഒരു 3-4 ചുരിദാർ നമ്മൾ തയ്ച്ചുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഇടാത്തതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വേറെ ചുരിദാറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ഓണത്തിനായിട്ടൊരു ഷോപ്പിംഗ് നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടില്ല, ഇപ്രാവശ്യം നടത്തിയിട്ടില്ല. അതായത് നമ്മളതിലെല്ലാം സ്റ്റോക്കുകളുണ്ട്. ഓണത്തിന് ഇപ്പോൾ ഒരു പുതിയത് ഇടണം എന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓണ ഷോപ്പിംഗ് വീഡിയോ അതാണ് നിങ്ങൾ കാണാഞ്ഞത്. ഇന്നിപ്പോൾ പച്ചക്കറി ഷോപ്പിംഗ് വീഡിയോ ആണ്. പച്ചക്കറിയൊക്കെ കുറച്ച് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെടുന്നവരുള്ളതോടാണ് അത് കുഞ്ഞിതാണെങ്കിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ഞാൻ കുഞ്ഞിനെ കാണിച്ചത്. അപ്പം ഞങ്ങൾ പോയും കൂടി ഇരിക്കുകയാണ് കേട്ടോ, പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയും കൂടി ഇരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ ലേറ്റ്, നമ്മൾ വൈകുന്നേരമായി, തിരക്കും കാര്യങ്ങളുണ്ടോയെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഇന്നലെ ആണെങ്കിൽ നെക്സ്റ്റ് പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങാന്ന് വിചാരിച്ചു. അവിടെ ആണെങ്കിൽ അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടേ പോയത്. അപ്പം നമുക്ക് ആ ഒരു ടൈം എടുത്ത് അവിടെ പച്ചക്കറി വാങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും ഇവര് പച്ചക്കറി അല്ലാത്ത എല്ലാ സാധനങ്ങളും കൊട്ടയിൽ നിറയ്ക്കും. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വാങ്ങിയില്ല ഇന്നലെ, അതാണ്. അപ്പം ഇന്ന് നമ്മൾ വേറെ ഏതെങ്കിലും തിരക്ക് കുറഞ്ഞ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാം, അതാണ് നമുക്ക് സുഖം. നമ്മുടെ കുഞ്ഞിനിങ്ങനെ കിടക്കണം അല്ലേ. ചെറിയ വയ്യായികം ജലദോഷമൊക്കെ ഉണ്ട് ആശാന്. ഇതങ്ങ് വിട്ട് മാറുന്നില്ല. ഏട്ടൻ നല്ല സീരിയസ് ആയിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യണം. ധ്യാൻ ദീപു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ഇട്. സഞ്ചി മാറ്റിയിടങ്ങ് ഇട്ടാതിയല്ലോ. ഇങ്ങോട്ട് സഞ്ചി അമ്മ പിടിക്കാം. അങ്ങതാ സീറ്റ് ബെൽറ്റ് ഇട്. ഇവിടെ ഇറങ്ങിയിരിക്കും. എന്തേ അമ്മമ്മല്ല, നിനക്കെന്താ വേണ്ടത്? ലോലിപോപ്പ. പിന്നെന്താ വേണ്ടേ? കേക്കോ? പിന്നെന്താ വേണ്ടേ? ഹാപ്പി ടു യു എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവിടെ വടംവലി അതാ ചേച്ചിമാരൊക്കെ അതാ പെരുംവലി ഇരിക്കുന്നത് അവിടെ വടംവലി ഗൈസ്. കഴിഞ്ഞു ചേട്ടേ. ഞങ്ങൾ ടൗണിലെത്തി സാധനം വാങ്ങാൻ പോവുകയാണ് ഗൈസ്. നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലേക്ക് വന്നേ ഗൈസ്, നമ്മുടെ അപ്പൂനും കുഞ്ഞിനും ഓരോ വാച്ച് വേണം. അതൊക്കെ വേറൊന്നും നോക്കരുതേ, വാച്ച് മാത്രം. ചേട്ടൻ്റെ എടുത്ത് തരൂ കേട്ടോ. വാച്ച് നോക്ക്.
നോക്ക് ലൈറ്റ് എത്തുന്നല്ല ഇതിൽ നോക്കി എന്തിനാ ലൈറ്റ് എത്തുന്നു അതൊക്കെ ഇങ്ങോട്ട് തന്നെ മാം തിരിച്ചു വിടും. അങ്ങനത്തെ വാച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ കളിച്ചിരിക്കുന്നു പറഞ്ഞിട്ട്. ലൈറ്റ് ഉള്ളതില്ല കേട്ടോ. ഇതില് വേണോ? ഇതില് വേണോ? അച്ഛനെ വിളിച്ചിട്ടു, അച്ഛൻ നോക്കി എടുത്തരും. അതാ പുറത്തുണ്ട്, എടുത്ത് വിളിച്ചതാ. ഇതിനല്ലേ അത് സമയം നോക്കാനല്ല, ലൈറ്റ് എത്തിക്കാനാ അവന് വാച്ച്. ഇത് മതിയോ? എത്ര ചോദിച്ചോക്കട്ടെ. ഒച്ചയൊക്കെ ഉണ്ടോ അതിന്? എന്താ അതോ ഇതാണ്? എത്ര വലുതാ? അത് വാങ്ങ വാ. ഇത് വേണ്ടട്ടോ. ഇതാ വേറെ കാർ എടുക്കുന്നതാ. നല്ല എത്ര ഉണ്ടെങ്കിലും പിന്നെ സ്റ്റോക്കാ. അത് വേണ്ട. ആ 2 കാർ തന്നെയാണ്. നോക്കട്ടെ. അല്ല ചേടി, ഇത് രണ്ടും 60 രൂപയല്ലേ? അപ്പൊ 60 രൂപയുടെ വണ്ടി ഉണ്ടാവില്ല. 50ന്റെ 60ന്റെ കുറച്ച് മതിയാ? രണ്ട് കാറ് വാങ്ങി. കാറ് കാണിച്ചു കൊടുക്ക്, വീഡിയോയിൽ കാണിക്കും കാറ്. ഞാൻ കമ്മല് വാങ്ങിയിട്ടുണ്ട്. ഈ കമ്മൽ ഏതാന്നൊക്കെ ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഓ സമാധാനായോ? ലേറ്റ് ചെയ്തുന്ന വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. ഒരാവശ്യമില്ല അതിലപ്പോ നമ്മള് കുഞ്ഞൂനെ അപ്പൂനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. കാർ വാങ്ങിയില്ലേ? ഇനി നമ്മള് കുഞ്ഞിനെ അപ്പൂനെ വീട്ടിൽ കൊണ്ടാക്കാണ് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല. ഇവരുണ്ടെങ്കിൽ പച്ചക്കറി വാങ്ങലൊന്നും നടക്കൂല. ഇപ്പൊ ആകെ വന്നിട്ട് നടന്നത് ഇവന്റെ കാർ വാങ്ങലും അവന്റെ വാച്ച് വാങ്ങലും ആണ്. അപ്പൊ നമ്മൾ ഇനി ഇവരെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ്. കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് ഞാനും അച്ഛനും വന്നിട്ട് പച്ചക്കറി വാങ്ങും. എന്നിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വരും കേട്ടാ കുഞ്ഞ ട്ടാ. ഇനി മുതൽ അങ്ങനെ ചിരിച്ചാ മതി. നോക്കട്ടെ. അയ്യോ അങ്ങനെയല്ല, ഇങ്ങനെ ചുണ്ടു കൂട്ടിപ്പിടി. ചിരിയെ മാറി. അപ്പൊ ഞങ്ങള് ഇവരെ വേഗം വീട്ടിലേക്ക് കൊണ്ടുവിടട്ടെ. ഇല്ലേ പിന്നെ എടുക്കണം. അപ്പൊ ചേട്ടേ കാണാറുണ്ടോ? എവിടെ? എനിക്ക് ഡ്രസ് ഉണ്ട് എടുത്തു തന്നെ. എന്താ പറയാ, ചുരിദാർ ഇപ്പൊ 4 എണ്ണം ഇപ്പൊ അടുത്ത് തയ്ച്ചതുണ്ട്. ഇനി ചുരിദാർ വേണ്ടല്ലോ കുറെ കാലത്തിന്. പച്ച രസം, ഇത് രസമുണ്ട് ഈ കളർ. 600 എന്നാലും നഷ്ടമൊന്നുമില്ല. അപ്പൊ നമ്മള് അമ്മയ്ക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളെ നോക്കിയപ്പോ നല്ല നല്ല ചുരിദാറുകളുണ്ട്. പക്ഷെ ചുരിദാർ ഇനി എനിക്ക് വേണ്ട, കുറച്ച് നാളത്തേക്ക് ഇനി വേണ്ട കേട്ടോ. ചുരിദാറിന്റെ മെറ്റീരിയലും കൊണ്ടൊന്നും വരില്ല. അപ്പം ഞാൻ എടുക്കുന്നില്ല. അമ്മയ്ക്ക് ചുരിദാറോ ടോപ്പോ എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചു. അപ്പം അത് എടുക്കാൻ വേണ്ടി ദേവിയിൽ വന്നോ. ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പത്ത് 600 രൂപ 290 കേട്ടോ. എന്താ പക്ഷെ എനിക്ക് ഇപ്പം അടിച്ച ചുരിദാറൊക്കെ ഏകദേശം ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ വരുന്ന. എനിക്ക് വേണ്ട, എനിക്ക് ചുരിദാർ വേണ്ട കേട്ടോ. ചേട്ടി കുറച്ച് നാളത്തേക്ക് വേണ്ട. അപ്പം അമ്മയ്ക്കുള്ള നോക്കണം. ബ്ലൗസ് തുണിയാ ഇതെന്താ? ബ്ലൗസ് പീസാ? എത്ര 80 98 സാരി ഉടുക്കാത്ത എനിക്ക് എന്തിനാ ബ്ലൗസ്? ഓക്കെ എടുക്കണ്ടോ? ഷർട്ട് നോക്കണോ ഏട്ടാ? പിന്നെ പൊതുവേ വിശേഷ ദിവസങ്ങളിൽ പുതിയത് ഇടാറുമില്ല, പറഞ്ഞിടിയിപ്പിക്കണം.
മെറ്റീരിയലില്ലേ, മെറ്റീരിയലാകുമ്പോ അമ്മേന്റെ പാകത്തിനോട് കഴിക്കും. നോക്കിയൊക്കെ നല്ല കളറ്. 300 ഉള്ളൂ ഗൈസ്. നല്ല വില കുറവുണ്ട് കേട്ടോ. ഇത് മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയൽസ്. പുറത്തോട്ട് എടുക്കുന്നതാണെന്ന് ബ്ലാക്ക് ഭംഗിയുണ്ട്. എക്സലല്ലേ ഇത്? നമ്മള് അമ്മയ്ക്കുള്ളത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, വേറെ ആർക്കും എടുത്തിട്ടില്ല. ഇനി നമ്മൾ പച്ചക്കറി വാങ്ങാനാ വന്നത്. പച്ചക്കറി ഇതുവരെ വാങ്ങിയിട്ടില്ല, നല്ല തിരക്കായിരിക്കും. നമ്മൾ ഈ പച്ചക്കറിയും കൂടെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകും. ഇപ്പോഴാണ് പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോകുന്നത്. എപ്പോൾ ഇറങ്ങിയതാ? ഇനി ഞാൻ പച്ചക്കറി വാങ്ങാൻ വീട്ടിലേക്കുണ്ട്. വെള്ളരി വെള്ളരി ഇത് പയറ് നല്ല പയറൊക്കെ ചേട്ടി. പയറെടുക്കാം അല്ലേ? ഉപ്പേരിക്ക് ഒരു കൊട്ട എടുത്തോ, അതിലിട്. വെള്ളരി വെള്ളരി എടുത്ത്. ഇനി മുരിങ്ങക്കായി ഇഞ്ചി കുറച്ച് മതി. ഇഞ്ചി പൊടിക്കാണ്. കാപ്പി കുടിക്കാൻ കയറി, ക്ഷീണിച്ചു. ഏട്ടന് തലവേദനയുണ്ട്. അപ്പനും കുഞ്ഞിനും എന്താ വാങ്ങാത്ത ചേട്ടേ? കഴിക്കാൻ സാൻഡ്വിച്ചിന്റെ പൊറോട്ട റോള്, ബർഗർ, ചിക്കൻ പൊറോട്ട, ചിക്കൻ റോള്, മുട്ട ബജി, പഴംപൊരി, ബിരിയാണി, കാപ്പി. കുഞ്ഞൂനും അമ്മയ്ക്കും അപ്പൂനും നമ്മൾ ചിക്കൻ റോള് വാങ്ങിട്ടോ. ചിക്കൻ റോൾ അല്ലേ വാങ്ങിയ? ചിക്കൻ റോള് വാങ്ങി. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഓണം നമ്മൾ വലിയ ആഘോഷമായിട്ടൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൂനാണ് ഓരോന്ന് കണ്ണു പൊടിയാണുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട് മുതൽ സാധനം വാങ്ങുന്നില്ലേ, സദ്യ ഒരുക്കണ്ടേ, ഓരോ ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലോകത്തെമ്പാടുള്ള മുഴുവൻ മലയാളികൾക്കും ഓണാശംസകൾ. എല്ലാവരും ഓണം ആവുന്നതുപോലെ ആഘോഷിക്കുക. പിന്നെ അല്ലാത്ത ആളുകൾ ആഘോഷിക്കുന്നവരോടൊപ്പം പങ്കുചേരുക. അങ്ങനെ പിന്നെന്താ അത് പ്രത്യേകിച്ചൊന്നും. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും, നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. അപ്പം ടാറ്റ. ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് സാധനങ്ങളെല്ലാം കയറ്റി വെക്കണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ടാറ്റ, ബൈ, സീ യു.